ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേക്ക് റെസിപ്പീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വീറ്റ് ബനാന കേക്ക് റെസിപ്പിയുമായിട്ടാണ്. റെസിപ്പി എനിക്ക് കിട്ടിയത് വീണാസ് കറി വേൾഡിൽ നിന്നാണ്. കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഞാൻ ചെയ്യണതിൽ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മിക്സി എടുത്തിട്ട് അതിലേക്ക് 2 നല്ല പഴുത്ത പഴം ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ റോബസ്റ്റ് പഴമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 170 ml ഓയിൽ ഒഴിക്കുക. 1/2 കപ്പ് ഷുഗറും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് മാറ്റി വെക്കുക. ഇനി നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് ആട്ടപ്പൊടി അല്ലെങ്കിൽ ആശീർവാദിൻ്റെ പൊടിയാണ് ഞാൻ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഒരു അരിപ്പെടുത്തിട്ട് നന്നായിട്ട് അരിക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബനാന മിക്സിക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം നന്നായിട്ട് മിക്സായിട്ട് വരണം. മിക്സ് ആയിട്ടുണ്ട്. ഇനി അത് ഒരു ലൂസ് ബാറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാകത്തിന് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊരു സെമി തിക്ക് ഫോം ആവുന്നത് വരെ നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഒരു ഡ്രോപ്പ് യെല്ലോ കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതും ഓപ്ഷണലാണ്, വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. ഇതിലേക്ക് കുറച്ച് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മുന്തിരി മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി അതൊരു ബേക്കിംഗ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഏത് പാൻ എടുത്താലും കുഴപ്പമില്ല, കേക്ക് ഉണ്ടാക്കണേ റൗണ്ട് ഷേപ്പിലുള്ള ഏത് പാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഒഴിക്കുക. എല്ലാതും ഒന്ന് ഒരേ ഭാഗത്തേക്ക് ആക്കി കൊടുക്കുക. ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. ആണെങ്കിൽ കാഷ്യൂ നട്ട്സ് കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അത് നമ്മൾ സ്റ്റൗവിൻ്റെ മുകളിൽ ഞാൻ ചോറുണ്ടാക്കുന്ന പോട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പ്ലേറ്റ് അല്ലെങ്കിൽ പ്ലേറ്റല്ല, അല്ലെങ്കിൽ ഒരു റിങ്ങോ അല്ലെങ്കിൽ ചെറിയൊരു പാത്രവും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ പാന്
വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ വേവിക്കണം. റെഡി ആയിട്ടുണ്ട്. അതൊക്കെ സൈഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് അതെടുത്ത് നോക്കാം. കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആട്ടപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ഒരിക്കലും തോന്നില്ല, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.